ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. എനിക്ക് കുറേ ആയിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ചട്ടിച്ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. ഭയങ്കര പൂതിയായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറേ ആയിട്ട് വിചാരിക്കുകയാണ് ഇതൊന്ന് ഉണ്ടാക്കി തിന്നണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. അപ്പോൾ ഒരു ചട്ടിച്ചോറ് മൊത്തത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരുപാട് റെസിപ്പികളുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു സ്പീഡിലാണ് കാണിക്കുക കേട്ടോ. എല്ലാവരും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയാൻ മറന്നു പോകരുതേ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ കുറച്ച് വഴുതനങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. വട്ടത്തിൽ മുറിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് പൊരിക്കാനുള്ളതാണ്. ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ മുറിച്ച അന്നേരം തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നാൽ വഴുതനങ്ങ നല്ല ഫ്രഷ് ആയിട്ട് വെള്ള കളറിൽ തന്നെ കിട്ടും കേട്ടോ. ആ വെള്ളത്തിലേക്ക് അങ്ങ് കളർ പൊയ്ക്കോളും. ഇനിയിപ്പോൾ അതിനൊരു മസാല ഉണ്ടാക്കണം. ഞാനിതാ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് താഴെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ സ്ക്രീനിൽ. അപ്പോൾ അത് കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മതി കേട്ടോ, കൂടിപ്പോണ്ട. പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല ആണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കണം കേട്ടോ. വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല, കുറച്ച് ഒഴിച്ച് നോക്കുക. പിന്നെ നമ്മൾ മീനൊന്ന് മസാല തേക്കണമല്ലോ, ഒരു ഇത്തിരി ലൂസായിട്ടാണ് ഈ ഒരു മസാല വേണ്ടി കേട്ടോ. വല്ലാണ്ട് അങ്ങ് ടൈറ്റായിട്ട് കുഴച്ചെടുക്കണ്ട. ഇപ്പോൾ ദാ ഈ ഒരു പാകത്തിലാണ് ഞാൻ മസാല ഉണ്ടാക്കിയത്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വഴുതനങ്ങ മുറിച്ച് വെച്ച വഴുതനങ്ങ ഞാൻ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചതാണ്. വെള്ളമൊക്കെ പൊക്കി വെച്ചാണ്. ഇനിയിപ്പോൾ ദാ ഓരോ പീസായിട്ട് മസാലയിൽ മുക്കിയിട്ട് ഒന്ന് എടുത്ത് വെക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മസാല തേക്കേണ്ട സാധനം അങ്ങ് എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണിയും ബാക്കി കറികളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഇതിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്തോളും. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ എല്ലാ വഴുതനങ്ങയും ഇതേപോലെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചാണ്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ, പ്രശ്നമില്ല. അതിലേക്ക് തന്നെയാണ് ഞാൻ ഇനി മീനിൻ്റെ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ചേ ഉള്ളൂ, കുഴപ്പമില്ല. മീനിൽ നമ്മൾ മല്ലിപ്പൊടി ഇടൂല, പക്ഷേ ഇതിൽ അങ്ങനെയല്ല, കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്താണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം, അതൊരു 1/2 ടീസ്പൂണൊക്കെ മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ വേണ്ടി കുറച്ച് ചെറുനാരങ്ങ, അതുപോലെ തന്നെ ഉപ്പും വേണം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്താണ്. പിന്നെ ചെറുനാരങ്ങൻ്റെ നീരും വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിട്ടല്ലോ അല്ലേ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇത് കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. നേരത്തെ കുഴച്ച പോലെ ഭയങ്കര ലൂസായിട്ട് എടുക്കണ്ട, കുറച്ചൊരു കട്ടിയിൽ കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിയിൽ ഞാനൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഏത് മീനാണോ പൊരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം കേട്ടോ. ഇന്ന മീനൊന്നൊന്നുമില്ല, ഏത് ടൈപ്പ് മീനായാലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മീൻ ഒന്നിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയിട്ട് വെക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 3 പീസാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഓരോ പീസും ഇതേപോലെ മസാല ഒന്ന് തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് മീനിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്തോളൂ. മീനിൽ പിന്നെ ഒരുപാട് നേരം വെക്കൊന്നും വേണ്ട കേട്ടോ, മസാല പെട്ടെന്ന് പിടിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതാ മീനും മസാല തേച്ച് വെച്ചിട്ട് അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്ത ഞാൻ പച്ചക്കറീൻ്റെ ഒരു കറി ഉണ്ടാക്കുന്നത് പപ്പായ വെച്ചിട്ട്, പരിപ്പും പപ്പായയും വെച്ചിട്ടാണ് ഒരു കറിയാണ് കേട്ടോ. ഒരു കപ്പ് ഇത് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഏത് പരിപ്പായാലും പ്രശ്നമില്ല. ഞാനിവിടെ എടുത്തത് തുവരപ്പരിപ്പാണ്. മസൂർ പരിപ്പായാലും മതി കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. വെള്ളം ക്ലിയർ ആകണ വരെ 3-4 പ്രാവശ്യമായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കുക. ഈ പപ്പായ കളറ് മാറിയാൽ നോക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് കളറ് മാറിയെന്ന്, പക്ഷേ മധുരമൊന്നും വന്നിട്ടൊന്നുമില്ല. ഞാൻ തിന്ന് നോക്കിയിരുന്നു കേട്ടോ, പച്ച തന്നെയാണ്. അപ്പോൾ 2 കപ്പോളം ഉണ്ട് പപ്പായ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചതാണ്, അതിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി കുറച്ച് പച്ചമുളകാണ്, 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ഓരോരുത്തർക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പിന്നെ വേണ്ടി ഒരു തക്കാളി കേട്ടോ, ഞാൻ എല്ലാത്തിനും കൂടെ കൂടിയിട്ടെല്ലാം അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അത് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ പൊടികളാണ്, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തണ്. പിന്നെ ഗരം മസാലേൻ്റെ പൊടിയും വേണം കേട്ടോ, അതും ഇട്ട് കൊടുത്തണ്. പിന്നെ വേണ്ടിയ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു പരിപ്പും പപ്പായൊക്കെ അടിയിൽ നിൽക്കുന്ന രീതിയിൽ കേട്ടോ, മേലെ വരെ വെള്ളം വരണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്ത് വേവാനുള്ളൊരു വെള്ളം കൊടുക്കണം. അപ്പോൾ അതതിൻ്റെ മേലെ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടിയിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ചെമ്പിൽ വെച്ചാലും മതി കേട്ടോ, ഞാൻ പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെക്കുന്നത്. അപ്പോൾ അതാ 2 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ആവിയൊക്കെ പോയതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മളെ പരിപ്പും ആ ഒരു പപ്പായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വല്ലാണ്ട് അങ്ങ് ഉടയ്ക്കണമൊന്നുമില്ല, നന്നായിട്ട് വെന്താൽ മതി കേട്ടോ, ആ ഒരു രീതിയിലായാൽ മതി. പിന്നെ ചിലർക്ക് ഇത്ര വേവണ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, കുറച്ചും കൂടെ വേവ് കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ അരക്കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പൊടി കലക്കിയതാണ് കേട്ടോ, എളുപ്പത്തിന് തേങ്ങ അരച്ച് ചേർത്താലും മതി. ഞാനിപ്പം തേങ്ങാപ്പാൽ ചേർത്തുന്നേ ഉള്ളൂ. അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ. ഞാൻ പിന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വെന്ത് കിട്ടാൻ കുറച്ച് സമയം വേണ്ടി വരും. ഇതാകുമ്പോൾ ഉപ്പ് ചേർക്കാണ്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലായതുകൊണ്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട്.
അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു കറിക്കുള്ള താളിപ്പ് കേട്ടോ, വറവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇളക്കി മിക്സ് ആക്കണമൊന്നുമില്ല, മൂടി വെക്കുകയാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രം മിക്സ് ആക്കി കൊടുത്താൽ മതി. നല്ലോണം മൂടി വെക്കുക. ഇനിയിപ്പോൾ അടുത്ത ഞാൻ കോഴിക്കോടൻ സ്റ്റൈലുള്ള നല്ലൊരു മീൻ കറിയാണ് കാണിക്കുന്നത് കേട്ടോ, ഹോട്ടലിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിന് ഞാൻ ഒരു 1.5 കപ്പോളം തേങ്ങ എടുത്ത് വെച്ചാണ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കോഴിക്കോട് പോയിട്ട് കഴിച്ച ആൾക്കാർക്കൊക്കെ എപ്പോഴും പറയാനുണ്ടാവുക ഈ ഒരു മീൻ കറീനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 5-8 ചെറിയുള്ളി എടുത്താണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം എന്നില്ല, മുഴുവൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചേർത്തത്. പിന്നെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു കപ്പോളം വെള്ളം വേണ്ടി വരും കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് അറിയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓരോരുത്തരുടെ മിക്സിക്കും വേറെ വേറെ കണക്കായിരിക്കും. എന്നിട്ട് അരച്ചുകൊണ്ടുവരാം. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ഒരു കറി നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന പോലെ ആ സെയിം ടേസ്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അരക്കലാണ് ഇതിൻ്റെ ഒരു പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത്രയും നല്ല വെണ്ണ പോലെ അരഞ്ഞ് വരണം, എന്നാലാണ് ഈ ഒരു കറിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും കേട്ടോ, വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ അരക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നതാണ്. ഇതിനെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് മീൻകറി വെക്കാനുള്ള ഒരു ചട്ടി വെച്ച് കൊടുത്തോണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇപ്പം മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ സാധാരണ ഓയിൽ ഉണ്ടാക്കുന്ന പോലെയല്ല, വെളിച്ചെണ്ണയിൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്താണ്. ഉലുവ ഒന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ തക്കാളി അരിഞ്ഞ് വെച്ചാണ്. ഒരു 2 തക്കാളി, കുറച്ച് കറിവേപ്പില, അതുപോലെ പച്ചമുളക്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണയിൽ അതിനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ ഒരു തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അത് നമുക്ക് ഇങ്ങനെ വാട്ടിയെടുക്കുകയൊന്നും വേണ്ട, എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചാൽ മതി ഒരു 2 മിനിറ്റ് നേരം കൊണ്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ തക്കാളിയൊക്കെ വെന്ത് നല്ല ഉടഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വെന്ത് നല്ലോണം ഉടയണ വരെ ഇതൊന്നിങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ട് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കേണ്ടി വരും. തക്കാളി ഓരോ തക്കാളിൻ്റെ ഭാഗം പോലെയാണ് വേവണ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച ആ ഒരു തേങ്ങാക്കുട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നല്ല കട്ടിക്കാണുള്ളത്, ബാക്കി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ആ ഒരു മിക്സി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ചിന്. അതുപോലെ തന്നെ പുളിവെള്ളം ഇട്ട് ഒരു 3/4 കപ്പ് പുളിവെള്ളം എടുത്തിന്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ പുളിയെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി, എത്ര ഫ്ലേവർ വേണം എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്താണ്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കുക. നന്നായിട്ട് തിള വരട്ടെ. ഇപ്പോൾ അതാ മൂടി വെച്ചാണ്. ഇപ്പോൾ നന്നായിട്ട് തിള വന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് പിന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മളെല്ലാം പച്ചയാണുള്ളത്, തേങ്ങ, എല്ലാ മസാലപ്പൊടികൾ, അതുപോലെ ഉള്ളി, ഇതൊക്കെ നമ്മൾ പച്ചക്കാണ് അരച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരണം. ഒരു 5 മിനിറ്റ് നേരം ഇത് മൂടി വെച്ചിട്ട് നല്ല മീഡിയം തീയിൽ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കറിയൊക്കെ നന്നായിട്ട് വെന്താണ് കേട്ടോ. ആ ഒരു നല്ലൊരു മണം വരും 5 മിനിറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നന്നായിട്ട് വെന്തണെന്നുള്ള നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു മീൻ കറീൻ്റെ ഗ്രേവിയായി. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2-3 പീസേ ഇടുന്നുള്ളൂ, ഒരു 5-6 പീസേ ഇടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഞാനും ബാസിയും മാത്രമേ ഉള്ളൂ, വേറെ ആരും കഴിക്കാനില്ല. അപ്പോൾ അതാ നിങ്ങൾക്ക് എത്രയാണോ മീൻ വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും മീൻ ഇട്ട് കൊടുക്കുക. ഏത് മീനും കൊടുക്കട്ടെ, എൻ്റെ മീനൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് മീനായാലും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. അയില വെച്ചിട്ടും മത്തി വെച്ചിട്ടും അതുപോലെ ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതാ മീനും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം കൂടെ അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. മീനൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീൻ നന്നായിട്ട് വെന്തിട്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ് മീനിന് അങ്ങനെ ഒരുപാട് നേരം വേവില്ല എന്നുള്ള, ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ മീൻ വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോൾ ആ ചട്ടിൻ്റെ ചൂടുകൊണ്ട് തിളയ്ക്കുന്നതാണ്. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പച്ചവെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മേലെ. അത്രേ ഉള്ളൂ. എന്നിട്ട് മൂടി വെക്കുക കേട്ടോ. നന്നായിട്ട് അവിടെ അടച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക, ഒരു ടേബിൾ സ്പൂൺ മതി. ഇനിയിപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതാ: തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഉണക്കമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ ഒരു ചെറിയ വലുപ്പത്തിൽ ഒരു കുറച്ച് പുളി എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ആ എണ്ണ ചൂടായാൽ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ മുളക് ഒന്നിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം.
അപ്പോൾ ഇതേ സെയിം ഇതെന്ന് പറഞ്ഞാൽ ഈ മുളകൊക്കെ വേണമെങ്കിൽ ചുട്ടിട്ടും ചെയ്യാം ട്ടോ. ചുട്ടരച്ചിട്ടും ഉണ്ടാക്കാം. രണ്ടും ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് പിന്നെ ഇതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ദാ മുളകൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്താണ്. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, ശ്രദ്ധിച്ച് പൊരിക്കണം. ഇനിയിപ്പോൾ ദാ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ട്ടോ ഏറ്റവും ടേസ്റ്റ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി അതിൽ ഏറ്റവും ചെറുത് നോക്കിയിട്ട് ഞാൻ മുറിച്ചിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ദാ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നാണ്. ഇത്ര ആയാൽ മതി ട്ടോ, ഒരുപാട് ഇട്ട് കരിയിപ്പിക്കരുത്. ഇങ്ങനെ ഒന്ന് ആയാൽ മതി, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. എന്നിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടി കേട്ടോ. ബാക്കിയൊന്നും നമുക്ക് ചൂടാക്കി എടുക്കേണ്ടിയില്ല. അതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് കൊടുക്കാം. ഇപ്പോൾ ദേ ഞാനെല്ലാം മിക്സിയിൽ എടുത്ത് വെച്ചാണ്. ഇനിയിപ്പോൾ ആ ഒരു എണ്ണയില്ലേ ബാക്കിയുള്ള അതടക്കം ഞാൻ ഇതിൽ ഒഴിച്ചാണ്. ഇനിയിപ്പോൾ അതൊരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അത് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ചമ്മന്തിയാണ് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരുപാട് ഇട്ട് അരച്ച് എടുക്കാൻ പാടില്ല. ഈ ഒരു രീതിക്ക് തന്നെ എടുക്കണം. ഇനിയിപ്പോൾ അടുത്ത ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ടും വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനിയിപ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇടേണ്ടത് ഞാൻ ഒരു ബീട്രൂട്ടും ഒരു ക്യാരറ്റും ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചാണ്. പിന്നെ കുറച്ച് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടാണ്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഞാനിത് തേങ്ങ ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കുക. ഇതിപ്പോൾ തേങ്ങ ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അതെല്ലാം കൂടെ നമ്മൾ കടുക് പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുത്താണ്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു കടായി എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഇതിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്തതാണ് കേട്ടോ. ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് അയൺ കടായിയാണിത്. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആണ് ഇത്. നല്ല അടിപൊളി സാധനമാണ്. ഞാൻ അന്ന് റിവ്യൂ പറഞ്ഞതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സൂപ്പർ സാധനമാണ് കേട്ടോ. പെട്ടെന്ന് ആവുകയും ചെയ്യും. ഒരുപാട് വേവിക്കാനൊന്നും വെക്കുകയും വേണ്ട, പെട്ടെന്നാവും. അതേപോലെ തന്നെ അടിയിലൊന്നും പിടിക്കുന്നില്ല. ഓരോ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുകിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണ പുരട്ടിയിട്ട് ആ എണ്ണ ഫുള്ളായിട്ട് ചൂടാക്കിയിട്ട് എണ്ണ പുരട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. തുടച്ചിട്ടാണ് നമ്മളിത് സൂക്ഷിക്കേണ്ടത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. നല്ല അടിപൊളി സാധനം. അപ്പോൾ ദാ ഈ ഒരു ഇത് നന്നായിട്ട് 2-3 മിനിറ്റ് വരെ ഞാൻ മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിന്. 2-3 മിനിറ്റ് മതി ട്ടോ. ഇതിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതിൽ തന്നെ വെക്കാൻ പറ്റില്ല, കാരണം അതിൽ നിന്ന് അതിൻ്റെ ചൂടുകൊണ്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു തോരൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ വെന്ത് കുഴയാൻ പാടില്ല കേട്ടോ. ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടണം. കുറച്ചൊരു കടിക്കാനുള്ള പാകത്തിലാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് തന്നെ വെന്ത് പോകും. അപ്പോൾ നമ്മളെ അടിപൊളി ബീട്രൂട്ടും ക്യാരറ്റും ഉള്ള തോരന് ഇവിടെ റെഡി ആയിന്. ഇത് ബാസിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ബീട്രൂട്ട് മാത്രമാണെങ്കിലും ഓന് കൂടുതൽ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഞാൻ വേറൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. ഒരു വഴുതനങ്ങൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മസാല വെച്ച് വെച്ചിട്ടുള്ള വഴുതനങ്ങ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അതിന് ഓയിലാണ് വേണ്ടി കേട്ടോ. അതിൽ വെളിച്ചെണ്ണ എടുക്കരുത്, ഇതിപ്പം ഓയിലാണ്. അപ്പോൾ ഓയിലിലേക്ക് ഓരോന്നിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. പിന്നെ വഴുതനങ്ങ പൊരിക്കുമ്പോൾ എന്ന് പറയാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. വഴുതനങ്ങ ഞങ്ങൾ എങ്ങനെ ശ്രദ്ധിച്ച് പൊരിച്ചാലും കുറച്ച് എണ്ണ കുടിക്കുന്ന സാധനമാണ് വഴുതനങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം എണ്ണ കുറച്ച് ഇതാവണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചാൽ മതി കേട്ടോ. ഒരിക്കലും തീ കുറച്ച് വെക്കരുത്. തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒഴിച്ചു കൊടുത്ത എല്ലാ എണ്ണയും കൂടെ വഴുതനങ്ങ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് വഴുതനങ്ങ പൊരിക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും കരിഞ്ഞൊന്നും പോകാണ്ട് പൊരിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളൊന്ന് പൊരിച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഏതായാലും ഈ പാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ മീനും കൂടെ പൊരിച്ചെടുക്കുകയാണ്. എന്നാൽ പിന്നെ ബാക്കി വഴുതനങ്ങൻ്റെ കറി നമ്മൾ മീൻ പൊരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ മീനും ഇതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടിട്ട് 3 പീസാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് കരിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ഇട്ടിയില്ല. കരിവേപ്പിലൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് 2 ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ മീനൊക്കെ റെഡി ആയിന് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് കോരി മാറ്റാണ്. അപ്പോൾ നമ്മളെ മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിന് കേട്ടോ. മീൻ പൊരിച്ചതും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ബാക്കി വഴുതനങ്ങൻ്റെ കറിയിലേക്ക് പോവാം. അപ്പോൾ വഴുതനങ്ങൻ്റെ കറിക്ക് ഇനി വേണ്ടിയത് നമ്മളെ പുളിയില്ലാത്ത തൈരാണ് വേണ്ടി കേട്ടോ. നല്ല കട്ടിയുള്ള തൈരായിരിക്കണം. ഇതിപ്പോൾ തൈരും കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് വെച്ചതാണ്. പുളിയില്ലാത്ത തൈരായിരിക്കണം. മാക്സിമം പുളി കുറഞ്ഞത് എടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വഴുതനങ്ങ ഇതിലിടാനുള്ളതാണ്. അത് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ഉപ്പ് മതി കേട്ടോ. നേരി ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കുക്ക് ചെയ്തിട്ടല്ല കേട്ടോ ഈ കറി ഉണ്ടാക്കുക, അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മളെ വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊരിച്ച് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് വഴുതനങ്ങ ഇടുന്നില്ല, കുറച്ച് അവിടെ വെക്കുന്നുണ്ട്. 2-3 പീസ് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ച വെറുതെ കഴിക്കാൻ. വഴുതനങ്ങ കറി വെച്ചാലും പൊരിച്ചാലും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ അതെൻ്റെ മക്കൾക്കും കിട്ടീന്, ആച്ചിക്കും ലിയാനൊക്കെ എല്ലാം ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വഴുതനങ്ങ എന്ന് പറയുന്നത്. ചിലർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നത് ഞാൻ കേൾക്കലുണ്ട്. അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ആ വഴുതനങ്ങ ഒന്ന് ഉടഞ്ഞു പോവാണ്ട് ഒന്ന് തൈര് എല്ലായിടത്തും മിക്സ് ആക്കി കൊടുക്കട്ടോ. എല്ലാ പീസിൻ്റെ മേലെയും തൈരായി എന്നുള്ളത് ഒന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു വറവാണ് വേണ്ടത്. അപ്പോൾ വറവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്കും ഓയിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു കറിക്ക് ഫുള്ളായിട്ട് ഓയിൽ തന്നെ എടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്താണ്.
ഓയിൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ അല്ല, എല്ലാ എണ്ണയും ഒന്നെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻറ്റ് വന്നതിന്. ഇതിപ്പോൾ ഞാൻ കനോല ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഇതാ കുറച്ച് ജീരകം, നല്ല ജീരകം ഇട്ട് പൊട്ടിച്ചൊന്ന് അതൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഉള്ളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിന് കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതന്നെയാണ് നല്ലത്. ഞാനിപ്പോൾ വെല്ലുള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. എന്നിട്ടൊന്ന് കളറ് മാറുന്ന വരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ നല്ലൊരു ചുവപ്പ് കളറാവുക എന്ന് പറയില്ല, അതുപോലെ ആവണ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കളറ് മാറി വന്നിന്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ, കരിഞ്ഞു പോകരുത്, ഈ ഒരു ഭാഗത്തിലാണ് വേണ്ടത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകിന് പകരം ഉണക്കമുളകും ചേർക്കട്ടോ, ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് തന്നെയാണ് ഇട്ടത്. ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തീ ആവശ്യമില്ല, അപ്പോൾ തീ വേണ്ടിയില്ല, തീ ഓഫ് ചെയ്താണ്. എന്നിട്ട് അതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ആ ഒരു നല്ല ചൂടങ്ങ് പോട്ടെ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ഓഫ് ആക്കിയില്ലെങ്കിൽ ആ ഒരു പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് തീ ഓഫ് ആക്കിയിട്ട് പൊടി ഇടുന്നത്. ഇത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മളെ വഴുതനങ്ങയുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഴുതനങ്ങ ഉടഞ്ഞു പോകാണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ദഹി ഭയങ്കർ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ഒരു ബംഗാളി കറിയാണ്, സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് റൊട്ടിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും, ഉണ്ടാക്കണതും ആയിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വഴുതനങ്ങയുടെ കറിയും ഇവിടെ റെഡിയായിന്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തത് നമ്മൾ ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 3 മുട്ട എടുത്താണ്, അതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നല്ല ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്, അതും ഇട്ട് കൊടുത്താണ്. ഇതിലേക്കൊരു കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്താണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ഫോർക്കോ സ്പൂണോ ഒറ്റ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലാണ് നല്ലൊരു ടേസ്റ്റിൽ വരും. അല്ലെങ്കിൽ വെള്ളം മഞ്ഞൊക്കെ മിക്സ് ആവാണ്ട് ഉണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാവട്ടെ, ഒരു ടീസ്പൂണൊക്കെ മതി കേട്ടോ. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, എല്ലാ പാൻ്റെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 3 മുട്ടൻ്റെ ഓംലെറ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അതാ നമ്മൾ ആ എണ്ണ ചൂടായാൽ നമ്മൾ ഈ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഈ സൈഡിലേക്കൊക്കെ മുട്ട മാത്രം വയ്ക്കുക, അപ്പോൾ അതിലേക്കൊന്ന് ഉള്ളി ഒന്ന് എല്ലായിടത്തേക്ക് ആക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്നായി കിട്ടാനൊന്ന് മൂടി വെച്ചാൽ മതി, പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിന്. ഇപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ തീ ഓഫ് ആക്കുക കേട്ടോ. ഇനിയിപ്പോൾ റെഡി ആയിന്, തീ ഓഫ് ചെയ്തിടുക. ഇനിയിപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. ഇനി ഞാനൊന്ന് പറയട്ടെ, ഇത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനും ബാസിയും മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഓൾറെഡി നാട്ടിൽ പോയി, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അസ്ലങ്കെ പെട്ടെന്ന് നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് ഒരാഴ്ചത്തേക്കൊന്ന് നാട്ടിൽ പോയി. അപ്പോൾ ആരുമില്ല, ഞാനും ബാസിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ മുത്തുമണീസൊക്കെ അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എല്ലാം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ എല്ലാ സാധനവും ഇതാ. വഴുതനങ്ങ പൊരിച്ച ഞാൻ പറഞ്ഞല്ലോ, 3 പീസ് ഞാനവിടെ മാറ്റി വെച്ചതാണ്. പിന്നെ അത് നമ്മളെ മീൻ പൊരിച്ചത്, പിന്നെ പപ്പടം പൊരിക്കുന്നത് എടുത്തില്ല കേട്ടോ. പിന്നെ അത് നമ്മളെ വഴുതനങ്ങൻ്റെ കറി. ഇത് കണ്ണിമാങ്ങ അച്ചാറാണ് കേട്ടോ. സോറി, കണ്ണിമാങ്ങ അല്ല, കടുമാങ്ങ അച്ചാറാണ്. ഞാനിപ്പോൾ ഞാൻ ലുലുവിൽ നമ്മളെ പെങ്ങളെ മോനുണ്ട് ഇവിടെ, നവാസും ഫൈൻ്റെയും കൂടെ ഞാൻ പോയതേനു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതിന് പച്ചമാങ്ങ, അപ്പോൾ ഞാനത് അച്ചാറിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മളെ തേങ്ങ അരച്ച നല്ല കോഴിക്കോടൻ മീൻ കറി, അതുപോലെ തന്നെ പച്ചക്കറീൻ്റെ കറി, പിന്നെ ഓംലെറ്റ്, പിന്നെ നമ്മളെ തോരൻ, ബീട്രൂട്ട് തോരൻ, പിന്നെ നമ്മളെ അടിപൊളി ചമ്മന്തി, പിന്നെന്താണ് നമ്മളെ മോര്. ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മോരാണ് എടുത്തത് കേട്ടോ. മോരും എടുത്ത് വെച്ചിട്ട് പിന്നെ പപ്പടം. ഇത്രയാണ് നമ്മളെ ചട്ടിച്ചോറിൻ്റെ ഐറ്റംസ് കേട്ടോ. ചട്ടിച്ചോറിന് അങ്ങനെ ഇന്ന ഐറ്റംസ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ തരം കറികളും അതുപോലത്തെ എത്ര ഐറ്റംസ് വേണോ അത്രയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനങ്ങനെ ഒരു പ്രത്യേക കണക്കൊന്നുമില്ല. അപ്പോൾ ബാസി കൈ കഴുകാൻ പോയപ്പോൾ അവൻ്റെ കൂടെ തന്നെ പോണ കണ്ടില്ല, അവിടെ വെയിറ്റ് ചെയ്യാണ്. അവൻ്റെ കൂടെ തന്നെ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണോ വരുന്നവരെ. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ബാസിക്ക് അറിയില്ല എന്താണ് ചട്ടിച്ചോറ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓന് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത്, ചട്ടിയിൽ ഇങ്ങനെ ഒന്നിച്ച് കഴിക്കുന്നതിനാണ് ചട്ടിച്ചോറ് എന്ന് പറയാമെന്നൊക്കെ. അപ്പോൾ ഞാൻ തിന്നുമ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ വിളമ്പിത്തരാം, അങ്ങനെ ഈ വിചാരിക്കുന്ന പോലെയല്ല കഴിക്കൽ, മൊത്തത്തിലൊന്ന് വിളമ്പിയിട്ട് അങ്ങനെയാണ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്.